ഇഫൻ ഇന്ന് മുതൽ കുറച്ചുകൂടി സജീവമാവുകയാണ് ജനജീവിതം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ അന്ന് നേരത്തെ സ്റ്റീഫൻ സംസാരിച്ചപ്പോൾ ഇറാന്റെ ആ സമയത്തൊക്കെ ആളുകളൊക്കെ സേഫാണ്, സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. നമ്മുടെ മലയാളികളൊക്കെ ചില മുന്നറിയിപ്പുകളും മുൻകരുതലും ഒക്കെ എടുത്തു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഇന്നു മുതൽ എന്തെങ്കിലും പ്രത്യേക കരുതലുകൾ ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിലും പിന്നെ ടി വിയിലും മാത്രമാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞത്. പക്ഷെ നമുക്ക് ഒഫീഷ്യലി നമുക്ക് ഒരു അറിയിപ്പ് കിട്ടുന്നത് IDF-ന്റെ ഇൻസ്ട്രക്ഷൻ ആണ്. IDF നമുക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ഇതുവരെ നമുക്ക് ഒഫീഷ്യലി നമ്മളെല്ലാവരും ഒഫീഷ്യലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ IDF-ന്റെ മാത്രമാണ്. പക്ഷെ IDF നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മറ്റുള്ള സോഴ്സിൽ നിന്ന് പല ന്യൂസുകളും പലതും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് IDF-ന്റെ വന്നാലേ മാത്രമേ അറിയത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും പ്രത്യേകിച്ച് പാനിക്കല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ചത് നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. ഇത്രയും ഭയാനകമായ രീതിയിലുള്ളൊരു സംഭവം നടന്നിട്ട് ഒരാൾക്ക് പോലും പരിക്കുണ്ടാവുകയോ ഒരാൾക്ക് പോലും ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തു വന്നാലും ഇവിടുത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങൾ, അതായത് ഇവിടുത്തെ മിലിറ്ററി സംവിധാനങ്ങൾ ഇസ്രായേലി പൗരന് കൊടുക്കുന്ന അതേ ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും തരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുവരെ നമ്മളാരും ആൾക്കാർ പോലും പാനിക്കല്ല. അതാണ് സാഹചര്യം. സർ, കേരളം തന്നെ ഇവിടെ